ഹലോ നമസ്കാരം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോണത്, നമ്പർ സിസ്റ്റംസ്. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ നിന്ന് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് ആദ്യം തന്നെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചിത്രം വരയ്ക്കാം, നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ പഠിച്ചു? നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു, ഹോൾ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു, റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു, ഇൻറ്റിജേഴ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചു? റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു ഇല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ. ഒരു സാധനത്തിനെയോ ഒരു വസ്തുവിനെയോ നമുക്ക് ഇത്ര എണ്ണം എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്പറാണെങ്കിലാണ് അതിനെ നാച്ചുറൽ നമ്പർ എന്ന് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ പോവുകയാണ് നാച്ചുറൽ നമ്പർ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0നും കൂടി ആഡ് ചെയ്യുമ്പം ഹോൾ നമ്പറായി. 0 അടക്കം വരുന്ന നമ്പേഴ്സാണ് എന്ത്? ഹോൾ നമ്പേഴ്സ്. അടുത്തത് 0 മുതൽ പോസിറ്റീവ് നമ്പേഴ്സ് കൂടാണ്ട് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്താവും? അത് ഇൻറ്റിജേഴ്സായിട്ട് മാറും. -1, -2, -3 അങ്ങനെ അത് ഇൻറ്റിജേഴ്സായിട്ട് മാറും. പിന്നെ നമ്മൾ പഠിച്ചു, ഒരു നമ്പറിനെ നമുക്ക് P/Q എന്ന ഫോമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയും അതിൽ Pയും Qവും ഇൻറ്റിജേഴ്സ് ആവുകയും Q ≠ 0 ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാമെന്നും കൂടെ പഠിച്ചു. ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനായിട്ട് അവർ നമുക്കൊരു ചെറിയൊരു കഥ പോലെ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കേണ്ടത് ഈ ഒരു ഡയഗ്രമാണ്. ഈ ഒരു ഡയഗ്രത്തിൽ നമുക്കറിയാം നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പർ. ഈ ഡയഗ്രം നമ്മൾ ഈ ചാപ്റ്റർ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. ഈ ഡയഗ്രം നമ്മൾ ഇനിയും കുറച്ചും കൂടെ മാറ്റം വരുത്തിയിട്ട് കുറച്ച് പുതിയ ആൾക്കാരെയും കൂടെ ഈ ഡയഗ്രത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോകും നമ്മൾ. ഓക്കെ, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. തൽക്കാലം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പാകത്തിന് ഞാൻ ഈ ഡയഗ്രം ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിൾ നോക്കാം, ടെക്സ്റ്റിലുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ എന്താ പറയുന്നത്? ഒരു നമ്പർ ലൈൻ. സോ നിങ്ങൾക്കറിയാം, ഒരു നമ്പർ ലൈനാണെന്ന് വിചാരിക്കുക. അവർ പറയാണ്, നിങ്ങൾ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് നമ്പറിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ബാഗും എടുത്ത് നടക്കാൻ പറയുകയാണ് നിങ്ങളടുത്ത്. എന്നിട്ട് നിങ്ങൾ നമ്പർ ലൈനിൽ കാണുന്ന നമ്പേഴ്സിനെടുത്തിട്ട് ആ ബാഗിലേക്ക് ഇടാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ 0 പോസിറ്റീവ് നമ്പേഴ്സിലേക്ക് നടക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പല നമ്പേഴ്സ് കിട്ടും. സോ നമുക്കറിയാം ആ നമ്പേഴ്സാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് വീണ്ടും തിരിച്ച് നടക്കാൻ പറയുകയാണ്. തിരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ എവിടെ എത്തും? തിരിച്ച് നടന്ന് നിങ്ങൾ 0 എത്തുമ്പം 0നെ കൂടെ ബാഗിലേക്ക് എടുത്തിടും. അപ്പോൾ എന്താവും? നമുക്ക് നമ്മുടെ ബാഗ് ഹോൾ നമ്പേഴ്സ് ആവും. ബാഗിൻ്റെ അകത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. അതിനുശേഷം നമ്മൾ പിന്നെയും ബാക്കോട്ടേക്ക് തന്നെ നടക്കുകയാണ്. -1, -2, -3 അങ്ങനെ നടക്കുമ്പം ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മളെ ബാഗിലേക്ക് ഇടുമ്പോൾ എന്താവും? നമ്മളെ ബാഗിൻ്റെ അകത്ത് ഇൻറ്റിജേഴ്സായിട്ട് മാറും. നമ്മൾ പഠിച്ചു, ഇൻറ്റിജേഴ്സായിട്ട് മാറും. ഇനി നമ്മൾ നോക്കുകയാണ്, ഇത്ര നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമ്പർ ലൈനിൻ്റെ അകത്ത്? അല്ല, നമുക്കറിയാം വേറെയും ചില നമ്പേഴ്സ് ഉണ്ട്, അതായത് റാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സിനെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ റാഷണൽ നമ്പേഴ്സ്, ഇൻറ്റിജർ ആയിട്ടുള്ള നമ്പേഴ്സ്,
അതായത് ആ എന്താണ് P/Q ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ കൂടെ നിങ്ങളെ ബാഗിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പം റേഷണൽ നമ്പേഴ്സായി. സോ റേഷണൽ നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക Q എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം ഫസ്റ്റ് തൊട്ടിട്ട്. നാച്ചുറൽ നമ്പറിനെ നമ്മൾ N വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഹോൾ നമ്പറിനെ നമ്മൾ W വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇൻറ്റിജേഴ്സിനെ നമ്മൾ Z വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാലോചിച്ച ചിത്രം, Z വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു ഇൻറ്റിജേഴ്സിനെ. ഓക്കെ, അപ്പോൾ ഇൻറ്റിജേഴ്സിനെ Z വെച്ച് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ ഉള്ളത് റേഷണൽ നമ്പേഴ്സാണ്. റേഷണൽ നമ്പേഴ്സിനെ Q വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, റേഷണൽ നമ്പേഴ്സിനെ Q വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇത് ഓർത്ത് വയ്ക്കാനൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് എന്ന് വല്ലതും ഓർത്ത് വയ്ക്കുക. ഇൻറ്റിജേഴ്സിൻ്റെ Z ആണ് അവസാനമുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻറ്റിജേഴ്സ് എന്നുള്ളത് Z വെച്ചിട്ടാണ് ഇൻറ്റിജറിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി റേഷണൽ നമ്പറിനെ ഓർത്ത് വയ്ക്കാനൊരു ഐഡിയ ഉണ്ട്. റേഷണൽ നമ്പറിനെ നമ്മൾ Q വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, P/Q ഫോമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുമ്പം 500/7 ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ എഴുതുന്ന നമ്പറിനെ നമ്മൾ എന്താ വിളിക്കുക, കോഷ്യൻ്റ്. സോ ഈ കോഷ്യൻറ്റിൻ്റെ Q ആണ് നമ്മൾ റേഷണൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫ്രാക്ഷനായിട്ട് എഴുതുന്ന സമയത്ത്, നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ കോഷ്യൻറ്റിലാണ് വരിക. സോ ആ കോഷ്യൻറ്റിൻ്റെ Q ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഷണൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് രണ്ട് നമ്പറുകളുടെ ഇടയ്ക്കുള്ള റേഷണൽ നമ്പറിനെ കണ്ടുപിടിക്കാനൊക്കെ പറയും. അതിന് മുന്നേ ഒരു പോയിൻറ്റും കൂടെ പറയാം, അതായത് ഇക്വാലൻ്റ് റേഷണൽ നമ്പേഴ്സ്. എന്താണ് ഇക്വാലൻ്റ് റേഷണൽ നമ്പേഴ്സ്? അതായത് നിങ്ങൾക്കറിയാം, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 100/200 ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് നമ്പറുകളെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/2 എന്ന് എഴുതാം. 0 കട്ട് ചെയ്ത് 1/2 എന്ന് എഴുതാം. സെയിം സാധനം തന്നെയല്ലേ 200/400 എന്ന് പറഞ്ഞാൽ, അല്ലേ? അതായത് ഇതും കട്ട് ചെയ്ത് 2ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ 1/2 തന്നെ കിട്ടും. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് നമ്പേഴ്സായിട്ട് നോക്കുകയാണെങ്കിലും ഇതൊക്കെ ഒരു റേഷണൽ നമ്പർ ആണല്ലോ. എല്ലാത്തിനെയും നമുക്ക് P/Q ഫോമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഇതൊക്കെ എല്ലാത്തിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് സെയിമാണ്. അതായത് അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 തന്നെയാണ്, അല്ലെങ്കിൽ 0.5 തന്നെയാണ്. 100/200 എന്ന് പറഞ്ഞാലും 200/400 എന്ന് പറഞ്ഞാലും ഒക്കെ ഓരോ റേഷണൽ നമ്പേഴ്സുമാണ്, അതിൻ്റെ വാല്യൂ സെയിമുമാണ്. അങ്ങനെ വരുന്ന റേഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇക്വിവാലൻ്റ് റേഷണൽ നമ്പേഴ്സ്. ഓർത്ത് വയ്ക്കുക, എന്താണ് ഇക്വിവാലൻ്റ് റേഷണൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ, P/Q ഫോമാറ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ റേഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. ആ റേഷണൽ നമ്പേഴ്സിൻ്റെ വാല്യൂ സെയിമും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3/6, 1/2, 9/18. ഇതൊക്കെ എല്ലാത്തിൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിമാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ വാല്യൂം 0.5 ആണ്. ഓക്കെ, സോ അതാണ് ഇക്വാലൻ്റ് റേഷണൽ നമ്പേഴ്സ്. ഇനി നമ്മളടുത്ത് പറയാണ്, രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള റേഷണൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് നോക്കാം. സപ്പോസ് നിങ്ങളടുത്ത് പറയാണ്
ഒരു 4ൻ്റെയും 5ൻ്റെയും ഇടയ്ക്കുള്ള 5 റാഷണൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിച്ചോ. ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മളടുത്ത് ചോദിച്ചത് എന്താ? ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 4 and 5. അപ്പോൾ ആദ്യം നോക്കുക, നിങ്ങളടുത്ത് എത്ര റേഷണൽ നമ്പറാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യണം. ഞാൻ വെറുതെ n എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സോ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 4 and 5. സോ 5 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് n = 5. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ n+1 കൂടെ കണ്ടുപിടിക്കുക. n+1 എന്താ? നമ്മൾക്ക് 5 റാഷണൽ നമ്പേഴ്സ് ചോദിച്ചുകൊണ്ട് n 5 ആണ്. സോ n+1 6 ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ അടുത്ത് ചോദിച്ച 2 നമ്പേഴ്സ് എഴുതുക, 4ഉം 5ഉം. ഈ n+1 കൊണ്ട് ഇതിൻ്റെ മുകളിലും 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/1 ആണ്. താഴത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ അങ്ങനെ തന്നെ 1 × 6. അപ്പോൾ എത്രയായി? 24/6ഉം 30/6ഉം ആണേ. അത് മയക്കാണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 6 × 4 24/6ഉം 30/6ഉം. നമ്മുടെ അടുത്ത് 5 റാഷണൽ നമ്പേഴ്സാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ 6ന് അങ്ങനെ തന്നെ വെക്കുക. 5 നമ്പർ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ വെക്കുക. 25, 26, 27, 28, 29. ഈ 5 നമ്പർ നമുക്ക് ഇതിനിടയ്ക്കുള്ള 5 റാഷണൽ നമ്പറായിട്ട് എഴുതാൻ പറ്റും. ഈസിയാണ്. ഏത് നമ്പറിൻ്റെ ഇടയ്ക്കുള്ള n നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എത്ര നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നുള്ളത് നോക്കുക. 2 റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ n = 2. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് n+1 കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് തന്ന നമ്പർ, ഇപ്പോൾ 1, 2 ആണെങ്കിൽ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള 2 റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n+1 എടുക്കുക. n+1നെ താഴെയും മുകളിലും ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/3ഉം 6/3ഉം. അതിൻ്റെ ഇടയ്ക്കുള്ള 2 റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ 4/3ഉം 5/3ഉം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഏത് നമ്പർ കിട്ടിയാലും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ഒന്ന് നോക്കി നോക്കാം, നമ്മളിതുവരെ പഠിച്ചത് വെച്ചിട്ട്. സോ ഫസ്റ്റ് എക്സാമ്പിൾ, ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫോൾസ്? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസേഴ്സ്. എവറി ഹോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ. ആണോ? എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണോ? അല്ല. കാരണം എന്താ? തിരിച്ചാണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ വരുമ്പോഴാണ് അത് എന്താവുന്നത്? ഹോൾ നമ്പർ ആവുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എവറി ഇൻറ്റിജർ ഈസ് എ റാഷണൽ നമ്പർ. ആണോ? നിങ്ങൾ നോക്കുക, ഇൻറ്റിജേഴ്സ് നമുക്ക് p/q ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. എല്ലാ ഇൻറ്റിജേഴ്സിനെയും പറ്റൂലേ? പറ്റും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ ഇൻറ്റിജറും റാഷണൽ നമ്പറാണ് എന്ന് പറയാൻ പറ്റും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എവറി റാഷണൽ നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ. അത് ശരിയാണോ? എല്ലാ റാഷണൽ നമ്പറും ഇൻറ്റിജേഴ്സ് ആണോ? അല്ല. നമുക്ക് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് നമ്പറും മൈനസ് നമ്പേഴ്സിനും നാച്ചുറൽ, അതായത് ഹോൾ നമ്പേഴ്സും
എന്താണ് നെഗറ്റീവ് നമ്പേഴ്സും കൂടി ചേർന്നിട്ടാണ് ഇൻറ്റിജേഴ്സ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾക്ക് എന്താണ് റാഷണൽ നമ്പറിന് എല്ലാ റാഷണൽ നമ്പറും നമുക്ക് ഇൻറ്റിജർ ആണെന്ന് പറയാൻ പറ്റില്ല. ഫ്രാക്ഷൻസൊക്കെ വരുന്ന സമയത്ത് ഫ്രാക്ഷൻസ് അല്ല P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സൊന്നും ഇൻറ്റിജേഴ്സ് അല്ല നമ്മളെ കേസിൽ. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ക്ലിയർ അല്ലേ? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സാണ്. എല്ലാ P/Q ഫോമിൽ എഴുതുന്ന നമ്പർ ഇൻറ്റിജർ ആണോ? അല്ല. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? -1, -2, -3, 0, 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി നമുക്ക് നോക്കുക. ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. 1 and 2ൻ്റെ ഇടയ്ക്കുള്ള 5 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക? 1 ഉം 2 എഴുതി. വി നീഡ് ടു ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ്. സോ എന്താണ് 5 എന്ന് പറയുമ്പം n = 5, n+1 എന്ന് പറഞ്ഞാൽ 6. സോ 1 × 6 2/1 എന്ന് എഴുതിയിട്ട് ഇൻറ്റു 6. സോ നമുക്ക് എന്തൊക്കെ നമ്പേഴ്സ് കിട്ടി? 6/6ഉം 12/6ഉം 6/6ഉം 12/6ഉം. സോ നമുക്ക് എന്ത് പറയാം? 5 റാഷണൽ നമ്പേഴ്സ് പറഞ്ഞാൽ 7/6, 8/6, 9/6, 10/6, 11/6. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും 6/6ൻ്റെയും 12/6ൻ്റെ ഇടയ്ക്ക് വരുന്ന 5 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6, 7, 8, 9, 10, 11. ഓക്കെ ആണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് വെച്ചിട്ട് ഇതിൽ ഒരു മെത്തേഡും കൂടെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? R+S/2 എന്ന് പറഞ്ഞൊരു ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഓർത്ത് വയ്ക്കുക. സോ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ R+S/2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഇത് Rഉം ഇത് Sഉം ആക്കുക. ഫസ്റ്റ് കേസ്. സോ 1 + 2/2. 1 + 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/2. ഓക്കെ, സോ 3/2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു റാഷണൽ നമ്പറാണ്. നമുക്ക് മനസ്സിലായി. ഇനി നമ്മളെന്താ ചെയ്യുക? ഇനി നമ്മൾ 6ഉം എസും നേരത്തെ 1ഉം 2ഉം ആയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 3/2 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ നമ്മൾ 6 ഇതും എസ് 3/2 ആക്കി. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ നമ്മളെ ഇക്വേഷൻ എന്താ? R+S/2. സോ 1 + 3/2/2. എന്നപ്പം 2 × 1 2 + 3 5/2/2. സോ എന്താണ്? 5/2 × 2/1 എന്നുള്ളതിനെ 1/2 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5/4. സോ നമുക്ക് 5/4 എന്നുള്ള ഉത്തരം കിട്ടി. 5/4 എന്ന് പറയുന്നത് എന്താണ്? 1ൻ്റെയും 3/2ൻ്റെയും ഇടയ്ക്കുള്ള ഒരു റാഷണൽ നമ്പറാണ്. ഇതേപോലെ നമുക്ക് ആറിൻ്റെയും എസിൻ്റെയും വാല്യൂ ഇങ്ങനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സ് ഈ R+S/2 എന്ന് പറഞ്ഞ ഫോമാറ്റ് വെച്ചിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ കിട്ടുന്ന റാഷണൽ നമ്പർ എന്ന് പറയുന്നത് P/Q ഫോമാറ്റിലായതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് 5/2 എന്ന് കിട്ടി ഒരു നമ്പർ. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ നമുക്ക് 1 ആണുള്ളത് വിചാരിച്ചോ. അപ്പോൾ 1 + 5/2 എന്ന് പറഞ്ഞിട്ട് 2 × 1 2 + 5 7/2 എന്ന് എഴുതി വെക്കരുത്. ഇവിടെ ഒരു /2 എന്നും കൂടെ ഉള്ളത് ആലോചിക്കുക. R+S/2 ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണിത്. നിങ്ങൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ റാഷണൽ നമ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ /2 എന്നുള്ളത് ഈ ഇക്വേഷൻ മറന്നു പോകരുത്. R+S ഒരു P/Q ഫോമാറ്റിലായിരിക്കും. അപ്പം ജസ്റ്റ് R+ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് മാത്രം ചെയ്തിട്ട് നിങ്ങൾക്കൊരു P/Q ഫോമാറ്റിൽ നമ്പർ കിട്ടുമല്ലോ, അതല്ല ആൻസർ വരിക. ഓക്കെ, R+S/2 ആണ് നിങ്ങളുടെ ഇക്വേഷൻ. സോ R+S/2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ /2 എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങൾ ആറിൻ്റെയും എസിൻ്റെയും വാല്യൂവിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ അടുത്ത് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2 ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ 2 മെത്തേഡ് വഴിയും ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നമ്മളെ നമ്പർ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇനി ഇതൊന്നും കൂടാത്ത കുറച്ച് പേരും കൂടെ ഉണ്ട്. ആ നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കത് വരാം. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ ചെയ്തു നോക്കാം. നമ്മുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ്. സോ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് 1.1 ചെക്ക് ചെയ്യാം. ഈ 0 എ റാഷണൽ നമ്പർ? Can you write it in the form P/Q, where P and Q are integers and Q is not equal to 0? ആണോ? 0 ഒരു റാഷണൽ നമ്പർ ആണോ? ആലോചിച്ച് നോക്കൂ. അതെ, 0 ഒരു റാഷണൽ നമ്പറാണ്. കാരണം എന്താ? നമുക്ക് 0നെ P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റും. 0/1, 0/2, 0/3. ഇതിൻ്റെയൊക്കെ ആൻസർ 0 ആണ്. അതൊക്കെ, പക്ഷേ അതൊരു റാഷണൽ നമ്പർ ഫോമാറ്റിലാണ്. ബിക്കോസ് അതൊരു P/Q ഫോമിലുമാണ്. Q എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ഇൻറ്റിജറാണ്. P എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. സോ വി ആർ ഏബിൾ ടു റൈറ്റ് 0 in the form of P/Q, where P and Q are integers and Q is not a 0. Q is not equal to 0. So we can say that 0 is a rational number. So first question true ആണ്. 0 is a rational number. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കുള്ള 6 റാഷണൽ നമ്പേഴ്സ്. നമ്മളടുത്ത് 6 റാഷണൽ നമ്പർ എന്ന് പറയുമ്പം n = 6, n+1 = 7. സോ 6 റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ 3/1 × 7, 3 × 7. ഇവിടെ അതേപോലെ തന്നെ 4/1 × 7 × 7. സോ നമുക്ക് എന്ത് കിട്ടി? 21/7 അതേപോലെ 28/7. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള /7 എന്നുള്ളത് അങ്ങനെ തന്നെ വെക്കുക. 22, 23, 24, 25, 26, 27 എല്ലാം /7. 22/7, 23/7, 24/7 അങ്ങനെ 6. സോ അതും ഓക്കെ. Now next question, find 5 rational numbers between 3/5 and 4/5. 3/5 and 4/5. ഇതെങ്ങനെ ചെയ്യാം? ഒരു മാറ്റമില്ല, സെയിം തന്നെ. 5 rational numbers. So n = 5, n+1 = 6 ആണ്. ഇനി മുകളിലും താഴെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 6, 5 × 6,
4/5 ഇൻറ്റു 6 4 ഇൻറ്റു 6. സോ നമുക്ക് എന്ത് കിട്ടും? 18/30 അതേപോലെ തന്നെ 24/30 കിട്ടും. ആണേ 18/30 24/30. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള എന്തൊക്കെയാണ്? നമ്മളടുത്ത് 5 റാഷണൽ നമ്പേഴ്സാണ് കഴിച്ചത്. സോ 19/30 20/30 21/30 22/30 23/30. അതാണ് 5 റാഷണൽ നമ്പേഴ്സ്. ഇത് ഞാൻ ചെയ്തു പോകുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ തന്നെ അത് സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുത്ത് നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. ശരിയല്ലേ? എല്ലാ നാച്ചുറൽ നമ്പറും എന്താണ്? ഹോൾ നമ്പറാണ്. അതെ. എവറി ഇൻറ്റിജർ ഈസ് എ ഹോൾ നമ്പർ. ആണോ? ശരിയാണോ? എവരി ഇൻറ്റിജർ ഈസ് എ ഹോൾ നമ്പർ ആണോ? അല്ല. എന്താണ്? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരും. സോ അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. എവരി റാഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എല്ലാ റാഷണൽ നമ്പറും ഹോൾ നമ്പറാണോ? അല്ല. അത് എന്താണ്? ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? സോ നമ്മൾ പഠിച്ചു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q ഫോമാറ്റിൽ എഴുതാൻ പറ്റേ where P and Q are integers and Q is not equal to 0. ഈ ഒരു രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? റാഷണൽ നമ്പർ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ചില നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറാഷണൽ നമ്പേഴ്സ്. സോ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് √2 എന്നൊക്കെയാണ്. √2 ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഈ √2 √3 എന്നൊക്കെ പറയുന്നത് P/Q ഫോമിന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സാണെന്നും Q എന്താണ് ഈ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ആയതുകൊണ്ട് അതിനെന്താണ് ഇറാഷണൽ നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. സോ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ ഇപ്പം റാഷണൽ നമ്പേഴ്സുമായി പിന്നെന്തായി? ഇറാഷണൽ നമ്പേഴ്സുമായി. സോ ഈ രണ്ട് ടൈപ്പ് നമ്പേഴ്സിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ. ഗ്രൂപ്പ് ഓഫ് റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ ടുഗദർ ഇസ് കോൾഡ് ആസ് റിയൽ നമ്പേഴ്സ്. സോ അതിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക? ആർ വെച്ചിട്ടാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുക? റിയൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ നമ്പർ ലൈനിൻ്റെ മുകളിൽ ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതൊരു നമ്പറും ഒന്നുകിൽ അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അതിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം അതൊരു റിയൽ നമ്പർ ആയിരിക്കും. സോ നമ്മൾ നമ്പർ ലൈനിൻ്റെ മുകളിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതൊരു നമ്പർ എടുത്താലും അതൊരു റിയൽ നമ്പർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അതായത് യുണീക്കായിട്ടൊരു പോയിന്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ റിയൽ നമ്പർ എന്ന് പറയും. ഇതിൽ യുണീക്കായിട്ടുള്ള പോയിൻ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ നമ്പറിനെ ആ ഒരു സ്ഥലത്ത് തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1.4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1.4 എന്ന് പറഞ്ഞ പോയിൻ്റ് തന്നെ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കാം. സോ വി ക്യാൻ സേ ദാറ്റ് എവറി റിയൽ നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ യുണീക്ക് പോയിൻ്റ് ഓൺ ദി നമ്പർ ലൈൻ. ഓൾസോ എവറി പോയിൻ്റ് ഓൺ ദി നമ്പർ ലൈൻ റെപ്രസെൻറ്റ് എ യുണീക്ക് റിയൽ നമ്പർ. സോ നമ്പർ ലൈൻ്റെ മുകളിൽ നമ്മൾ ഏതൊരു നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്താലും അതൊരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ ആ ഡയഗ്രാം ഒന്ന് മാറ്റാം. നേരത്തെ നമ്മൾ ഫസ്റ്റ് വരച്ച ഡയഗ്രാം ഉണ്ടായിരുന്നില്ലേ, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജർ, റാഷണൽ നമ്പർ, പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളത് എന്താണ്, ഇറാഷണൽ നമ്പർ. ഇത് മൊത്തത്തിലും എന്താണ്, റാഷണൽ നമ്പറുമായി ഇറാഷണൽ നമ്പറുമായി ഇത് മൊത്തം നമ്മൾ എന്താ വിളിക്കുക, റിയൽ നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ, നമ്പേഴ്സിൻ്റെ ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. അത്രയേ ഉള്ളൂ ആ കാര്യം. ഇനി നമ്മൾ എങ്ങനെയാണ് ചില ഇറാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈൻ്റെ മുകളിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കാം. സോ ഞാൻ ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണ്. എനിക്ക് √2 റെപ്രസെൻ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുകയാണ് നമ്പർ ലൈൻ്റെ മുകളിൽ. ഓക്കെ, ഇതൊക്കെ 1 യൂണിറ്റുള്ള പോയിൻറ്റ്സാണ്. ഞാൻ അപ്പോൾ ഇവിടെ 0 മാർക്ക് ചെയ്ത് 1 2 3 4. ഓക്കെ, അപ്പോൾ എനിക്കറിയാം, നമ്മൾ പൈത്തഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ ആണല്ലോ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് ആ ഒരു ഐഡിയ ആണ് √2 വാല്യൂവിനെ നമ്പർ ലൈൻ്റെ മുകളിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ √2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മൾ ആദ്യം 1 യൂണിറ്റുള്ള ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. സോ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 0 1 വരെ മുകളിലേക്കും 1. സോ ഇതും 1 ഇതും 1. സോ ഇതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസിൻ്റെ വാല്യൂ എന്തായിരിക്കും, √1² പ്ലസ് 1² ആണേ, ദാറ്റ് ഈസ് √2. സോ ഈ യൂണിറ്റ് ലെങ്ത്തുള്ള അല്ല യൂണിറ്റ് 1 യൂണിറ്റ് മെഷർമെൻ്റുള്ള ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡുമുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് √2 യൂണിറ്റ്സ് ആയിരിക്കും. സോ നമ്മളിനി ഇതിൽ നമ്പർ ലൈനിലേക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ കോമ്പസ് എടുക്കുക, 0 പോയിൻ്റ് വെക്കുക, എന്നിട്ട് ഹൈപ്പോട്ട്ന്യൂസിൻ്റെ മറ്റേ അറ്റത്തുനിന്ന് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് എവിടെ, നമ്മുടെ നമ്പർ ലൈൻ്റെ മുകളിൽ തട്ടണം. ആ തട്ടുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത്, √2. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ √2 വരയ്ക്കുക. ഇനി ഞാൻ പറയുകയാണ് എനിക്ക് √3 വരയ്ക്കണം വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ട്ന്യൂസ് √2 ആണെന്ന് കിട്ടി. എനിക്ക് √3 വരയ്ക്കണമെങ്കിൽ ഈ √2 ഞാനൊരു സൈഡാക്കി വെച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വീണ്ടും വരയ്ക്കുകയാണ്. ഒരു യൂണിറ്റ് ലെങ്ത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വീണ്ടും വരയ്ക്കുകയാണ്. അതായത് വലുതാക്കി വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഇത് √2 ആണെന്ന് കിട്ടി, ഇതും 1
ഇതും 1 ആണ്. ഇനി ഇത് 90 ഡിഗ്രിയാണ്. ഇനി ഞാൻ ഇതിനൊരു സൈഡാക്കി, റൂട്ട് 2-നൊരു സൈഡാക്കി വെച്ചു. ഇനി ഒരു യൂണിറ്റുള്ള ഒരു ട്രയാങ്കിളിനെയും കൂടെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 സ്ക്വയർ പ്ലസ് നമ്മുടെ 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് റൂട്ട് 3. സോ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും റൂട്ട് 3. ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ റൂട്ടിൻ്റെ വാല്യൂ നമ്പർ ലൈനിലേക്ക് വരയ്ക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, എന്താണ് റൂട്ട് 5ൻ്റെത് എങ്ങനെ വരയ്ക്കുന്നു? റൂട്ട് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? 4ഉം ഒരു സൈഡ് 4ഉം വേണം. പിന്നെ 5 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? റൂട്ട് 5 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് നമ്പർ ലൈനിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം? 0 ആണെങ്കിൽ ഇത് 2, ഒരു സൈഡ് 2ഉം വെക്കുക, മുകളിലേക്ക് ഒരു 1ഉം വെക്കുക. എന്നിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യുക? ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ ഇത് 2, ഇത് 1. സോ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ആർക്ക് വരച്ചാൽ എന്ത് കിട്ടും? റൂട്ട് 5ൻ്റെ വാല്യൂ നമുക്ക് നമ്പർ ലൈനിൻ്റെ മുകളിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തു പോയ പോലെ തന്നെ നേരത്തെ നമ്മൾ റൂട്ട് 2 കണ്ടുപിടിച്ചു, റൂട്ട് 3 കണ്ടുപിടിച്ചു. ഇനി ഒരു യൂണിറ്റും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റൂട്ട് 4, അതായത് 2 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ഒരു യൂണിറ്റ് മുകളിലേക്ക് പോയാൽ റൂട്ട് 5, അതായത് അങ്ങനെ ചെയ്ത് പോവാം. അതാണ് ഒരു വഴി. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഹിൻറ്റ് തന്നുള്ളൂ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഹിൻറ്റ് തന്നുള്ളൂ. നിങ്ങൾ തന്നെ റൂട്ട് 5ൻ്റെത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കി വെക്കുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റും. അതായത് എന്താണ്? യു ക്യാൻ ലൊക്കേറ്റ് റൂട്ട് n ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n ആഫ്റ്റർ n റൂട്ട് ഓഫ് n-1 ഹാസ് ബീൻ ലൊക്കേറ്റഡ്. സോ നിങ്ങൾക്ക് റൂട്ട് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും റൂട്ട് കണ്ടുപിടിക്കാം. എപ്പോൾ? അതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പറിൻ്റെ റൂട്ടിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നിങ്ങൾക്ക് റൂട്ട് 3 കണ്ടുപിടിക്കാൻ പറ്റിയത് എപ്പോഴാണ്? നേരത്തെ റൂട്ട് 2ൻ്റെ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2 ആയിട്ടുള്ളത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കൂട്ടിയിട്ട് അടുത്തതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എടുത്താൽ റൂട്ട് 3 ആണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ റൂട്ട് 4ൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ റൂട്ട് 3 ബേസാക്കി വെക്കുക, ഒരു യൂണിറ്റ് കൂട്ടുക, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. ഇനി റൂട്ട് 5 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? റൂട്ട് 4 വെക്കുക, ഒരു യൂണിറ്റ് വെക്കുക, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ റൂട്ട് 5 കിട്ടും. അപ്പം അതേപോലെ തന്നെ ഓരോ യൂണിറ്റ് കൂട്ടി ഒരു സൈഡ് ഓരോ യൂണിറ്റും മറ്റേ സൈഡ് റൂട്ട് ഓഫ് n-1 വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും റൂട്ട് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പാകത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് എക്സസൈസ് 1.2 കൂടെ നോക്കിയിട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. സോ എക്സസൈസ് 1.2, സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. എവറി ഇറാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. ശരിയല്ലേ? അതെ.
എല്ലാ ഇറാഷണൽ നമ്പറും എന്താണ്, ഒരു റിയൽ നമ്പറാണ്. കറക്റ്റല്ലേ? ആലോചിച്ച് നോക്കൂ. ഇറാഷണൽ നമ്പേഴ്സും കൂടെ കൂട്ടിയിട്ടാണ് എന്തുണ്ടാകുന്നത്, റിയൽ നമ്പർ ഉണ്ടാകുന്നത്. സോ അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എവറി പോയിൻ്റ് ഓൺ ദി നമ്പർ ലൈൻ ഈസ് ഓഫ് ദി ഫോം റൂട്ട് എം വെർ എം ഈസ് എ നാച്ചുറൽ നമ്പർ. ശരിയാണോ അത്? നമ്പർ ലൈനിൻ്റെ മുകളിലുള്ള എല്ലാ പോയിൻറ്റ്സും റൂട്ട് എം എന്നുള്ള ഫോമിലാണ് എഴുതുന്നത്. ആൻഡ് എം ഈസ് എ നാച്ചുറൽ നമ്പർ എന്നാണ് പറയുന്നത്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാ പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. 1 2 3 4. ഈ 1 2 3 4 മാത്രമാണോ നമ്മുടെ നമ്പർ ലൈനിൻ്റെ മുകളിലുള്ളത്? അല്ല, നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സൊക്കെ ഉണ്ട്. സോ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, റൂട്ട് എം, അതായത് റൂട്ട് 4 പറയുകയാണെങ്കിൽ 2 ഉണ്ട്, -2 അതിൻ്റെ റൂട്ടാണല്ലോ. സോ -2 നമ്മുടെ നമ്പർ ലൈനിലുള്ള ഒരു നമ്പറാണല്ലോ. സോ നമുക്ക് പറയാം ഇത് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തെറ്റെന്ന് പറയുന്നത്. കാരണം നാച്ചുറൽ നമ്പർ അല്ല, ബാക്കി എല്ലാ നമ്പറും അതിൽ പെടുന്നുണ്ട്. അതായത് മൈനസ് നമ്പേഴ്സും അതിൽ വരുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എവറി റിയൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ശരിയാണോ? എല്ലാ റിയൽ നമ്പറും ഇറാഷണൽ നമ്പറാണോ? അല്ല. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് വിളിക്കുന്നതാണ് എന്ത്, റിയൽ നമ്പേഴ്സ്. സോ തിരിച്ചാണ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദി സ്ക്വയർ റൂട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇറാഷണൽ? എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെയും സ്ക്വയർ റൂട്ട് ഇറാഷണൽ ആണോ? അല്ല. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ നോക്കുക. 4, റൂട്ട് 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ? 2. 2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണോ? അല്ല. 2 എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. 2/1 എന്നൊക്കെ എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ഹൗ റൂട്ട് 5 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ. ഓക്കെ, അറിയാലോ, ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായി റൂട്ട് 5 കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത്. സോ അത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്. അത് നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ യൂണിറ്റ് കൂട്ടി അത് വരച്ച് വരുമ്പം ഒരു സ്പൈറൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. സോ അത് വരച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, റൂട്ട് 2 കണ്ടുപിടിച്ചു, 1 വെച്ചിട്ട് റൂട്ട് 2 കണ്ടുപിടിച്ചു, റൂട്ട് 3 കണ്ടുപിടിച്ചു, റൂട്ട് 4 കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോന്നും ഓരോ യൂണിറ്റ് കൂട്ടി ഒരു സ്പൈറൽ ഷേപ്പിൽ ആ ഡയഗ്രാം വരച്ച് നോക്കുക എന്ന് പറയുന്നൊരു ആക്ടിവിറ്റിയാണത്. സോ നമുക്ക് തൽക്കാലം ഇത്രയും നിർത്താം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ജസ്റ്റ് ആ ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോയാൽ മതി. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. എന്താണ് ഓരോ ടൈപ്പ് നമ്പേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലിയറായിട്ട് അറിയുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവണം ഒരു നമ്പർ എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് ഓഫ് നമ്പറാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയെങ്കിലാണ് അത് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആദ്യത്തെ ആ ഡയഗ്രാം മറന്നു പോവാണ്ട് പഠിക്കുക. നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, പിന്നെ എന്താണ്, റിയൽ നമ്പേഴ്സ്. ഓക്കെയാണേ? ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു എവരി വൺ. ബൈ.